ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അംബ്രല്ല കട്ടിങ് ഫ്രോക്കാണ്. അതിനു വേണ്ടി യോക്ക് പാട്ട് നമുക്ക് വെട്ടിയെടുക്കാം. അത് 4 മടക്കായിട്ട് മടക്കിയിടണം. അതിനുശേഷം നമുക്ക് യോക്ക് പാട്ടിൻ്റെ അടിഭാഗം ക്ലിയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ യോക്ക് പാട്ട് നമുക്ക് ഇറക്കാൻ വേണ്ടത് 15 ഇഞ്ചാണ്. അതൊന്ന് അടയാളപ്പെടുത്താം. അതിനുശേഷം നമുക്ക് ഷോൾഡർ ഒരു 6 ഇഞ്ച് വേണം. 6 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം. അതൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അത് വരച്ചതിന് ശേഷം നമുക്ക് ആം ഹോൾ അടയാളപ്പെടുത്താം. ആം ഹോളും നമ്മൾ 6 ഇഞ്ചാണ് അടയാളപ്പെടുത്തണേ. അതൊന്ന് വരച്ചെടുക്കാം. ചെസ്റ്റ് വണ്ണം നമുക്കിവിടെ 8 വേണ്ടത്. അത് അടയാളപ്പെടുത്താം. 8 അടയാളപ്പെടുത്താം. അതിനുശേഷം നമുക്ക് വേസ്റ്റ് നമുക്ക് വേണ്ടത് 7.5 ഇഞ്ചാണ്. അതും അടയാളപ്പെടുത്താം കേട്ടോ. അതിലേക്ക് നമ്മളൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമുക്കതൊന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് നമ്മൾ ആം ഹോളിൻ്റെ പകുതി 3 ഇഞ്ച്, ആ 3 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഷേപ്പ് ചെയ്ത് വരച്ചതിന് ശേഷം നമുക്ക് നെക്ക് വിത്ത് വേണ്ടത് 3 ഇഞ്ചാണ്. അതൊന്ന് അടയാളപ്പെടുത്താം. അതിനുശേഷം നമ്മൾ നെക്ക് ഇറക്കം നമ്മൾ എടുക്കുന്നത് 6 അതൊന്ന് അടയാളപ്പെടുത്താം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഒരു ഇഞ്ച് കയറ്റി അടയാളപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം. ഫ്രണ്ട് നെക്കാണ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. ശേഷം നമുക്കതൊന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ. നമുക്ക് ഫ്രണ്ട് നെക്കും കൂടി ഒന്ന് വെട്ടിയെടുക്കാം. ബാക്ക് നെക്ക് നമ്മൾ അടയാളപ്പെടുത്തി വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് കൈക്കുഴി ഒന്ന് ഒരു 4 ഇഞ്ച് കയറ്റി വെട്ടിക്കൊടുക്കാം കേട്ടോ ഉള്ളിലേക്ക്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടൊന്ന് വെട്ടിയെടുക്കാം. സ്കേർട്ട് പാർട്ട് നമുക്ക് വേസ്റ്റിൻ്റെ അതേ അളവ് തന്നെയാണ് കേട്ടോ. 7.5 ഇഞ്ച് അടയാളപ്പെടുത്തി അതിലേക്കൊരു തയ്യൽ തുമ്പും കൂടെ കൂട്ടി 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് വേണം അടയാളപ്പെടുത്താൻ. ഇറക്കം നമുക്ക് വേണ്ടത് 37 ഇഞ്ചാണ് കേട്ടോ. നമുക്കത് കൂടി ഒന്ന് വെട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ. സ്ലീവിന് വേണ്ടിയിട്ട് തുണി മടക്കി 4 മടക്കിയിട്ടിട്ടുണ്ട്. അത് നമുക്ക് സ്ലീവിൻ്റെ ഇറക്കം വേണ്ടത് 23 ഇഞ്ചാണ്. അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് ആം ഹോളിൻ്റെ ഷേപ്പ് വേണ്ടത് 3.5 ഇഞ്ചിലാണ്. അതൊന്ന് അടയാളപ്പെടുത്തി വരച്ചു കൊടുക്കാം. ആം ഹോളിൻ്റെ വണ്ണം നമ്മൾ എടുക്കുന്നത് 7.5 ഇഞ്ചാണ്. അതിലേക്ക് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 9 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പഫ് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് 2.5 ഇഞ്ച് കൂടെ കയറ്റി നമ്മൾ എടുക്കുന്നുണ്ട്. അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്ലീവിൻ്റെ വണ്ണം 10 എടുക്കുന്നത്. 5 അടയാളപ്പെടുത്തി അതിലേക്ക് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത്
1.5 ഇഞ്ച് അതും അടയാളപ്പെടുത്തി നമുക്കൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കയ്യിൻ്റെ സ്ലീവിൻ്റെ മുൻഭാഗം ഒന്ന് വെട്ടി ഒരു 1/4 ഇഞ്ച് കയറ്റി വെട്ടി കൊടുക്കാം കേട്ടോ, ഫ്രണ്ട് ഭാഗം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത സ്കർട്ടിൻ്റെ അടിഭാഗത്ത് കുറച്ച് തുണി ആഡ് ചെയ്ത് ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തുണി നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ലൈനിങ് തുണിയിൽ വെച്ചിട്ടൊന്ന് വെട്ടിയെടുക്കാം. സ്കർട്ടും അതുപോലെ തന്നെ നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. കൈക്ക് നമ്മൾ ലൈനിങ് വെക്കുന്നില്ല. കോണായിട്ട് മടക്കിയിടാം. നമുക്കതൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ അംബ്രല്ല ഫ്രോക്ക് കട്ടിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. നമ്മുടെ ലൈനിങ്ങിലും തുണി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതാണ് അവിടെ വെട്ടി ക്ലിയറാക്കി അവിടെ ആ പീസും കൂടെ യോജിപ്പിക്കാനുള്ളതാണ് വെട്ടിയെടുക്കണേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് കേട്ടോ.